ബീഹാറിൽ തുടർഭരണം ഉറപ്പിച്ച് എൻഡിഎ 202 സീറ്റിലാണ് എൻഡിഎ ലീഡ് ചെയ്യുന്നത്. 35 സീറ്റിൽ മാത്രമാണ് മഹാസഖ്യം ലീഡ് ചെയ്യുന്നത്. 2020-നേക്കാൾ മികച്ച മുന്നേറ്റമാണ് എൻഡിഎയുടേത്. ശക്തി കേന്ദ്രങ്ങളിലടക്കം ഇന്ത്യ സഖ്യത്തിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായത്. തേജസ്വി യാദവിന്റെ ലീഡ് 13,000 പിന്നിട്ടു. വികസനം വിജയിച്ചെന്നും ബീഹാറിലെ ജനങ്ങൾക്ക് നന്ദിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെ തന്നെ ബീഹാറിൽ വലിയ വിജയമാണ് എൻഡിഎ സഖ്യം നേടിയിരിക്കുന്നത് എന്നുറപ്പിക്കാം. 202 സീറ്റുകളിലാണ് ഇപ്പോൾ എൻഡിഎ സഖ്യം ലീഡ് ചെയ്യുന്നത്. 35 സീറ്റിലാണ് മഹാഗഠബന്ധൻ ലീഡ് ചെയ്യുന്നത്. ഇതിനിടെ തന്നെ തേജസ്വി യാദവ് പിന്നോട്ട് പോകുന്ന കാഴ്ചയൊക്കെ കണ്ടു. പക്ഷേ 8,000 വോട്ടിനായിരുന്നു നേരത്തെ അദ്ദേഹം പിന്നോട്ട് പോയത്. പിന്നാലെ 13,000 വോട്ടിന്റെ ലീഡിലേക്ക് തേജസ്വി യാദവ് എത്തുകയും ചെയ്തു. എന്നാൽ 2020-നേക്കാൾ വലിയ മുന്നേറ്റമാണ് എൻഡിഎക്ക് ഉണ്ടായത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പറഞ്ഞതൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പ്രതികരണങ്ങൾ നേരത്തെയും വന്നിരുന്നു. ഇത്തരത്തിൽ എൻഡിഎയുടെ വിജയം അത് ഇന്ത്യ സഖ്യത്തിനുള്ള കോൺഗ്രസിനുള്ള വലിയ തിരിച്ചടിയാണ് എന്ന രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങളൊക്കെ വരുന്നത്. ഏതായാലും ബീഹാറിലും ഒപ്പം തന്നെ ഡൽഹിയിലും ഉൾപ്പെടെ ബിജെപിയുടെ ആഘോഷം തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് 12 മണിയോടെ തന്നെ ഫലസൂചനയിൽ ഒരു വ്യക്തത വന്നിരുന്നു. അതിന് പിന്നാലെ തന്നെ പല കേന്ദ്രങ്ങളിലും ബിജെപി വിജയാഘോഷം തുടങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ് ബീഹാറിലുള്ളത്. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ ഉപരി ഒരു വലിയ വിജയമാണ് എൻഡിഎയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ സീറ്റ് നിലയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ സുമോദ്? ആ സീറ്റ് നില ഇപ്പോഴും എൻഡിഎ 202 എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ എങ്കിലും ഈ അന്തിമമായ ഒരു ലിസ്റ്റ് ഇതുവരെ ഒരു വിജയപ്രഖ്യാപനം ആയിട്ടില്ല. നേരത്തെ തേജസ്വി യാദവ് അദ്ദേഹം പിന്നിൽ പോയിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ തേജസ്വി യാദവ് പിന്നീട് ഒരു 500 വോട്ടിന്റെ ലീഡ് വരികയും ഇപ്പോൾ ആ ലീഡ് നില 13,000-ആയി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനി ഒരു 3 ഘട്ടം മാത്രമാണ് അദ്ദേഹത്തിന് എണ്ണാനുള്ള 3 ടേബിൾ മാത്രമാണ് എണ്ണാനുള്ളത്. അതുകൊണ്ട് ഒരു തോൽവിയിൽ നിന്ന് തേജസ്വി യാദവ് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷേ കോൺഗ്രസിന്റെ നിലയാണ് വളരെ പരിതാപകരമായി തന്നെ തുടരുന്നത്. ഒരു സീറ്റ് എന്ന തരത്തിലേക്കാണ് കോൺഗ്രസും CPM-ന്റെ ഒപ്പം തന്നെ CPM-നും ഒരു സീറ്റാണ് വന്നിരിക്കുന്നത്. അതേസമയം AIMIM അവർ ഇപ്പോൾ 4 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. ഒരു സീറ്റ് കൂടി ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കേവലം 38 വോട്ടിന്റെ ലീഡ് മാത്രമാണ്. അതുകൂടി കണക്കാക്കിയാൽ 5 എന്ന രീതിയിലേക്ക് വരും. പക്ഷേ ഇപ്പോൾ പലരും ജയിച്ചിരിക്കുന്ന ഈ JDU-ന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥികൾ നേരിയ വോട്ടിനാണ് പലരും ജയിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ അഗായിയോണിലാണെങ്കിൽ 1,001 വോട്ടിനും, അംനോറിലാണെങ്കിൽ 1,511 വോട്ടിനും, 1,411 വോട്ടിനും ബൽറാംപൂരിലും ആണ് ഇവർ ലീഡ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ നർപ്പാർഗഞ്ചിൽ 1,715 വോട്ടിനാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ കണക്കുകളൊന്ന് പരിശോധിക്കണമെങ്കിൽ ഒരു 20ഓളം സീറ്റുകളിലാണ് നേരിയ ഭൂരിപക്ഷത്തിൽ BJP-യും JDU മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ഇതുകൂടാതെ ഈ SIR നടപടിക്ക് ശേഷം വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നത് ഒരു RJDക്ക് ലഭ്യമാകാൻ ഇരുന്ന വോട്ടുകളാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം അപ്പാടെ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം. സുപ്രീം കോടതി ആവശ്യപ്പെട്ടതുപോലെ എത്ര പേരാണ് വെട്ടിമാറ്റപ്പെട്ടത് ആ ലിസ്റ്റ് നൽകണം എന്നുള്ളൊരു കാര്യം തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇതുകൂടാതെ ഭൂപേഷ് ബാഗൽ കോൺഗ്രസിന്റെ ചുമതലയുള്ള നേതാവ് കൂടിയായിരുന്നു, ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി കൂടി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ അഭിനന്ദനം അർപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കാര്യം ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അട്ടിമറി അതും വോട്ടർ പട്ടികയിൽ നടത്തി BJP സഹായിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്നത്. സുമോദി പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന രീതിയിലാണ് വിലയിരുത്തലുകളൊക്കെ വരുന്നത്. അതേസമയം ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വലിയ ആരോപണങ്ങൾ BJPക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഈ വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ രാജ്യത്തെമ്പാടും സജീവമായി നിലനിർത്താൻ കോൺഗ്രസിനും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും സാധിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ബീഹാറിൽ എവിടെയാണ് ഇന്ത്യ സഖ്യത്തിന് പാളിപ്പോയത്, മഹാഗഠബന്ധന് പാളിപ്പോയത് എന്ന ചോദ്യം അപ്പോഴും അവിടെ അവശേഷിക്കുകയാണ്.